പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. മോശ അഹരോനോട്, ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനൻ്റെ കോപം ജ്വലിക്കരുതേ, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അത് എൻ്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. മതി. നമ്മളിവിടെ വായിക്കുന്ന സാഹചര്യം, ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് അവരെ ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ വഴിക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു പിന്മാറ്റത്തെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഏറ്റവും വലിയ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അവർ മറക്കാത്ത രീതിയിലുള്ള അതുപോലത്തെ ഒരു ദൈവിക ശിക്ഷാവധി ഉൾപ്പെടെ അവിടെ ഉണ്ടാകത്തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തിലുണ്ടായ പിന്മാറ്റം. ഇതിൻ്റെ ആഴം എന്തെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഈ ജനവും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴത്തെ അറിഞ്ഞാലേ ഈ വേദനയുടെ ആഴം നമുക്കറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ പഠിക്കുമ്പം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളെയൊക്കെ കർത്താവ് വീണ്ടെടുത്തത് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തതുപോലെയൊക്കെയാണ്. അതായത് ഈ ജനം ഈജിപ്തിൽ അടിമകളായി കിടക്കുകയായിരുന്നു. അടിമകളെന്ന് വെച്ചാൽ 1400 വർഷങ്ങൾ, ഒരു തലമുറ, 2 തലമുറ, 3 തലമുറ മാറി വരുന്ന അതുപോലത്തെ അത്രയും നാളുകൾ ഈ ജനം ഈജിപ്തിൽ അടിമകളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ വന്ന് അവരുടെ അടിമത്തത്തിൻ്റെ ക്രൂരത അങ്ങ് കൂടിക്കൂടി വരികയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ തലമുറകളെ വരെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണമെന്ന് ഫറവോൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഇവർക്ക് ഭയങ്കര അടിമവേല കൊടുക്കുന്നു. ആ ഫറവോൻ്റെ വലിയ ബിൽഡിങ് പണിയാൻ വേണ്ടി ഇഷ്ടിക ഉണ്ടാക്കാനുള്ള ജോലി കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടിക ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് കൊടുക്കത്തില്ല. അതിനുവേണ്ടി അവർ ദേശം മുഴുവൻ ഉഴന്ന് നടക്കണം. പക്ഷെ കൃത്യമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഊഴിയ വിചാരകന്മാർ, ടാസ്ക് മാസ്റ്റേഴ്സ്, ഇവരെ കണ്ടമാനം അടിക്കുകയാണ്, ഇവരുടെ ശരീരത്തെ ദണ്ണിപ്പിക്കുകയാണ്, ഈ ജനത്തെ അങ്ങ് ഒപ്രസ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ജനത്തിന് വേണ്ടി ചോദിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ്. ഈ ജനത്തിന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ അവിടെ ആരുമില്ലാത്ത അധപ്പതിച്ചൊരു സാഹചര്യമാണ്. അവിടെയാണ് സ്വർഗത്തിലെ ദൈവം മോശയിലൂടെ ഒരു വിടുതൽ ഈ ജനത്തിന് വേണ്ടി കൊടുക്കുന്നത്. ആ ദേശത്ത് നിന്ന് ഇവരെ പുറപ്പെടുവിച്ച് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ദൈവം ഒരുക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ്. എന്ന് വെച്ചാൽ പ്രതീക്ഷകൾ തീരെ ഇല്ലാതെ പോയ ജീവിത സാഹചര്യത്തിലാണ് ദൈവം ഈ ജനത്തെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്ത് അവിടുന്ന് രക്ഷിച്ചത് എന്നുള്ള പശ്ചാത്തലത്തിൽ ഇത് വായിച്ചാലേ നമുക്കിതിൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. നമ്മളൊക്കെ ദൈവസന്നിധിയിൽ നമ്മുടെ കഴിഞ്ഞ നാളുകളെ ഒന്ന് വിലയിരുത്തിയാൽ ഏകദേശമൊക്കെ ഇതുപോലത്തെ ഒരു അനുഭവം നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ജനത്തെ കണ്ടമാനം അടിമപ്പെടുത്തി അവരുടെ പ്രതീക്ഷകൾ വരെ ഇല്ലാതാകത്തക്കവണ്ണം അവരെ ഒപ്രസ് ചെയ്ത ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൻ്റെ അവസ്ഥ പോലെ നമ്മുടെയും ജീവിതത്തിൽ ഒരിക്കൽ ശത്രുവായ പിശാച് നമ്മെ അന്ധരാക്കി, ആത്മീകമായ കാഴ്ചപ്പാടുകൾ നമ്മളിൽ നിന്നും ഇല്ലാതാക്കി, നമ്മുടെ പ്രതീക്ഷകൾ പോലും ഇല്ലാതായിരുന്ന ഒരു പശ്ചാത്തലം നമുക്കുണ്ടായിരുന്നു. അതായത് പ്രതീക്ഷകളില്ലാത്ത ജീവിത സാഹചര്യം എന്ന് പറയുന്നത്, മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ശ്വാസം മുട്ടുന്ന ഒരു അന്തരീക്ഷമാണ്. അതുപോലത്തെ പശ്ചാത്തലത്തിൽ നിന്നാണ് എന്നെയും നിങ്ങളെയും ദൈവം ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി
ദൈവം ഇറങ്ങി വന്ന് മോശയോട് സംസാരിക്കുന്നൊരു വാക്കിങ്ങനെയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. എന്ന് വെച്ചാൽ അതുപോലെ നിലവിളിക്കുന്നൊരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ കാണുന്നൊരു ദൈവം, നമ്മുടെ ജീവിതത്തെ കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ നിലവിളി കേൾക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലെന്ന് പറഞ്ഞാലും നമ്മുടെ കഷ്ടതകളെ ഉള്ള രീതിയിൽ മനസ്സിലാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നവരാരും നമ്മളെ മനസ്സിലാക്കാൻ കൂടെ ഇല്ലാത്ത നാളുകളിലും ഈ വചനം പറയുന്നു, ഈ പശ്ചാത്തലം നമ്മോട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യം. ഹോശേയ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു, മിസ്രയീമിൽ ഞാൻ എൻ്റെ ഏകജാതനെ വിളിച്ചു, അവൻ്റെ ശിരസിൽ നിന്ന്, അവൻ്റെ കഴുത്തിൽ നിന്ന് ആ നുകത്തെ ഞാൻ ഒടിച്ചു കളഞ്ഞു. ഇതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. ആമേൻ, സ്തോത്രം. കർത്താവ് നമ്മളെ ഒരു മകനെ പോലെ, ഒരു മകളെ പോലെ കരുതാനും സ്നേഹിക്കാനും നമ്മുടെ ആ വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. നമ്മൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആ ദിവസം, നമ്മുടെ ഹൃദയ കവാടം സുവിശേഷത്തിന് വേണ്ടി തുറന്ന ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യനാളാണ്. പാട്ടുകാരൻ പാടുന്നത് പോലെ, ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ്റെ പാപം തീർത്ത നാൾ. സ്തോത്രം. മുന്നോട്ട് നോക്കാൻ കഴിയാതെ, സ്വാതന്ത്ര്യം ഒട്ടുമില്ലാതെ, ശിരസിൽ കഴുത്തിൽ ഒരു നുകം വയ്ക്കുന്ന സാഹചര്യത്തിൽ, പാപത്തിൻ്റെ അടിമത്തത്തിൽ, നിരാശയുടെ അടിമത്തത്തിൽ കിടന്ന നാളുകളിൽ ഒരപ്പൻ മകനെ തേടി വരുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മെ തേടി വന്ന ചരിത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ചരിത്രം. കർത്താവ് അവരെ അവിടുന്ന് അങ്ങനെ പുറപ്പെടുവിച്ചത് കൊണ്ടാണ് അവർ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് വേദനിക്കുന്നത്. വില കൊടുത്തത് കൊണ്ടാണ് കൂടുതൽ വേദന ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയുണ്ടായാൽ, നിങ്ങളെന്നും സ്നേഹിക്കുന്ന, നിങ്ങൾ അതുപോലെ കരുതുന്ന ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാതിരുന്നാൽ നിങ്ങളുടെ ഹൃദയം വേദനിക്കും, നമ്മുടെ ഹൃദയം വേദനിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മെ ഇതുപോലെ സ്നേഹിച്ച കർത്താവിനോട് മിണ്ടാൻ നമുക്ക് സമയമില്ലാതെ വരുമ്പോൾ, കർത്താവിൻ്റെ കാര്യങ്ങൾക്കുള്ള മുൻഗണന കുറഞ്ഞു വരുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് നന്നായി വേദനിക്കും. കാരണം എന്താണെന്നറിയാമോ? ചങ്കിലെ ചോര കൊടുത്താ നമ്മളെ തെരഞ്ഞെടുത്തത്. ചിലരൊക്കെ ഒരു പക്ഷേ പുറകോട്ട് പോയാൽ കർത്താവ് വിചാരപ്പെടുന്നതിനേക്കാളും ഒരുപടി കൂടുതൽ നമ്മളെക്കുറിച്ച് വിചാരപ്പെടുമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലാണ് ഈ പിന്മാറ്റത്തിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്നുവെച്ചാൽ ശിഷ്യന്മാരിൽ പലരെക്കാൾ ഉപരി പത്രോസ് പിന്മാറ്റത്തിൽ പോകുമ്പോൾ കർത്താവിന് അല്പം കൂടുതൽ കൺസേൺ ഉണ്ട്. അതിൻ്റെ കാരണം, ഒരിക്കൽ തകർന്നവനായി, പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി, തൻ്റെ പടക് ക്ലീൻ ചെയ്യാൻ തൻ്റെ വല നന്നാക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ അരികിലേക്ക് യേശു കർത്താവ് നടന്നു ചെന്നത്, കർത്താവിൻ്റെ കാൽച്ചുവടുകൾ പത്രോസിൻ്റെ നേരെ കർത്താവ് നടന്നടുത്തത് ഒരൊറ്റ വ്യക്തിയെ തേടിയാണ് അന്ന് കർത്താവ് അവിടെ വന്നത്. അങ്ങനെ തിരഞ്ഞെടുത്തതാണ് പത്രോസിനെ. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്തതാണ് പത്രോസിൻ്റെ ലൈഫിൽ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾക്കൊരു വലിയ സാക്ഷ്യമുണ്ടെങ്കിൽ അത് കർത്താവ് നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു നിക്ഷേപമാണ്. മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ദൈവം വച്ചിരിക്കുന്ന വലിയൊരു നിക്ഷേപമാണ്. ആ നിക്ഷേപം ദൈവം വെച്ചിരിക്കുന്നത് അതിൽ നിന്നൊരു പ്രതിഫലം കർത്താവ് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ നാം കർത്താവിനോട് അടുക്കുന്നതിൽ വിമുഖത കാണിച്ചാൽ ദൈവത്തിൻ്റെ മനസ്സ് പെടയും. ഒരു കുഞ്ഞ് അകന്നു പോകുമ്പോൾ ഒരു അമ്മയുടെ മനസ്സ് പിടയുന്നത് പോലെ, ഒരു കുഞ്ഞ് അകന്നു പോകുമ്പോൾ ഒരു അപ്പൻ്റെ മനസ്സ് പിടയുന്നത് പോലെ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താതെ പോകുന്ന നിമിഷങ്ങളിൽ,
നമ്മുടെ ഹൃദയം ആത്മീകതയിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങളിൽ, പലതിലും ബദ്ധപ്പാടായി ആത്മീക താല്പര്യങ്ങളും ആത്മീക മുൻഗണനകളും താഴെ പോകുന്ന നിമിഷങ്ങളിൽ ആ തമ്പുരാന്റെ മനസ്സ് നമ്മെ കുറിച്ച് വേദനിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുകയാണ്. കാരണം കർത്താവില്ലെങ്കിൽ നമുക്കൊരു നിലനിൽപ്പില്ലെന്ന് നമുക്കറിയാം. അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. നമ്മെ നടത്തുന്നത് കർത്താവ്, നമ്മെ കരുതുന്നത് കർത്താവ്, കൃത്യസമയങ്ങളിൽ നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നത് കർത്താവ്, ചോദിക്കാത്ത ചിന്തിക്കാത്ത വിധങ്ങളിൽ ഇന്നും നമ്മളെ നിലനിർത്തുന്നത് കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഉൾപ്പെടെ അറിഞ്ഞ് ഒരപ്പൻ നിന്നെ കരുതുന്നത് പോലെ, ഒരമ്മ നിന്നെ നടത്തുന്നത് പോലെ ആ കർത്താവ് നിന്നെ നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയാൽ ആ കർത്താവ് അതിനെ ചൊല്ലി വേദനിക്കും. പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് തിരിഞ്ഞു നോക്കാമോ? ഹല്ലേലൂയ. ആ പഴയ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ? ദൈവത്തിൽ ഇരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്ന ആ ദിവസങ്ങളെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവത്തിൽ ഇരിക്കുന്ന നിമിഷം കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്ന നാളുകളെ കുറിച്ച് ഓർത്ത് നോക്കിക്കേ. കർത്താവിന്റെ ശബ്ദം ഒരു കൂട്ടുകാരൻ, ഒരു സുഹൃത്ത്, ഒരു ഉറ്റ വ്യക്തി നമ്മളോട് സംസാരിക്കുന്നത് പോലെ അടുത്ത് കേൾക്കാൻ പറ്റിയിരുന്ന ആദ്യ നാളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ചില ആത്മാക്കളെ കുറിച്ച് മനസ്സിനകത്ത് ഭാരമുണ്ടായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ നാളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ചില വീടുകളിലേക്ക് കടന്നു എന്ന് അവരെ ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ആത്മഭാരമുണ്ടായിരുന്ന ആ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആ കർത്താവുമായിട്ട് പറ്റിച്ചേർന്ന് ആ ദൈവകരത്തെ മുറുകെ പിടിച്ച് ആ പറ്റിച്ചേർന്ന് നടന്നിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. വിഷയങ്ങൾ മനുഷ്യരോട് പറയുന്നതിന് പകരം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യ നാളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില വീടുകളെ കർത്താവ് ദർശനത്തിൽ കാണിച്ചിട്ട് ദൈവാത്മാവ് അങ്ങോട്ട് പറഞ്ഞു വിട്ട ആദ്യ നാളുകളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ചില വ്യക്തികളെ വിളിച്ച് ആമേൻ ദൈവത്തിന്റെ ആലോചന പറയുന്നത് പോലെ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന ആദ്യ നാളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നീ മുഖാന്തരം ചിലര് കർത്താവിന്റെ സ്നേഹം അറിഞ്ഞ് ആദ്യ നാളുകളിൽ നിന്ന് ഇന്ന് നാം പുറകോട്ട് പോയോ? ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കിയത് കൃത്യമായൊരു പ്ലാനോട് കൂടെയാണ്. വളരെ കൃത്യമായൊരു പ്ലാനോട് കൂടി. വെറുതെ ഒന്നും ഇതുപോലെ ഒന്നും ദൈവം ചെയ്യില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മോശയോട് കർത്താവ് സംസാരിക്കുന്നത് എങ്ങനെയാ? ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കി വെക്കും. എന്നുവെച്ചാൽ നീ പറയുന്നത് ദൈവം പറയുന്ന പോലെ ഇരിക്കും. വടിയെടുത്ത് നിലത്തേക്ക് അടിച്ചപ്പോഴേക്ക് ആ പൊടി മുഴുവനും തേനായിട്ടും തേനീച്ചയായി അല്ലെങ്കിൽ ഭയങ്കര നായിച്ചയായിട്ടും, ആ വടി ഉപയോഗിച്ച് നൈൽ നദി അടിച്ചപ്പോൾ അതിൻ്റെ വെള്ള രക്തമായിട്ടും, വടി കയ്യിലുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര അന്ധകാരം ഇറങ്ങി വരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ആ ജനം ഇന്നേ വരെ കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു ദൈവപ്രവൃത്തി. അവരേതൊക്കെ പ്രകൃതി ശക്തികളെ ദൈവമായി ആരാധിച്ചോ ആ പ്രകൃതി ശക്തികളെ എല്ലാം അല്ലെങ്കിൽ ആ സാഹചര്യത്തെ തന്നെ ഒരു ഇതാക്കി ബാധയാക്കി അവർക്ക് കൊടുത്തേച്ച് ദൈവം തെളിയിച്ചു കൊടുത്തു, ഇതിൻ്റെ ഒക്കെ മേളിലാണ് ഞാനെന്ന്. അപ്പം മോശ ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഫറവോൻ അവസാനം മോശയെ ദൈവത്തെ കാണുന്നത് പോലെ കാണാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ദൈവം ചെയ്തെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായൊരു ഡിസൈനുണ്ട്. പകൽക്കാലം ദൈവമക്കളെ, ഞാനൊരു കാര്യം കൂടെ പറയാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത് കൃത്യമായൊരു പ്ലാനോടെ ആണെങ്കിൽ ആ മനസ്സിന് നമ്മെക്കുറിച്ച് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോയിട്ട് കാഹളം ധ്വനിക്കുമ്പോൾ സ്വർഗത്തിൽ പോകണമെന്നുള്ള ചിന്തയല്ല, 30 അല്ല, 60 അല്ല, 100 മേനി വിളവ് കർത്താവിന് വേണ്ടി ആത്മീക ഫലം കൊടുക്കാൻ വിളിച്ചു വേദനിക്കപ്പെട്ട ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ തിരിച്ചറിവിന്റെ പേരാണ് ഉണർവ്. റിവൈവൽ എന്ന പദം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ള പദമാണ് അതിന്റെ അർത്ഥം.
അതാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. മരിച്ചവനെ, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പം വളരെ ഭാരത്തോടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്നാണെന്നറിയാമോ? ആത്മീക മരണം സംഭവിച്ച ഒത്തിരി പേര്, ആത്മീക മരണം സംഭവിച്ച ഒത്തിരി പേര്. അവരുടെ നടുക്ക് ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ, മൃതശരീരങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും ആ വ്യക്തിയെ മരിച്ചതാണെന്നേ പറയൂ. ആത്മീക മരണം സംഭവിച്ച ഒരു സമൂഹത്തിൻ്റെ നടുവില് നാം കിടന്ന് ആത്മീകമായി ഉറങ്ങുന്ന അവസ്ഥയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നോക്കുമ്പോൾ നമ്മളോട് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ജീവിതത്തിൽ എവിടെയെങ്കിലും ഇരുട്ട് ബാധിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ഇരുട്ട് വ്യാപരിക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? നിരാശ മനസ്സിനകത്തേക്ക് കയറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിപ്പിക്കണമെങ്കിൽ നീ ഉറങ്ങുന്ന സ്ഥാനത്തു നിന്ന് എഴുന്നേൽക്കണം. എന്നെ ദൈവം വിളിച്ചെങ്കിൽ, നിങ്ങളെ ദൈവം വിളിച്ചെങ്കിൽ കൃത്യമായൊരു പദ്ധതി ദൈവത്തിനുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ള ചില സെന്റൻസുകളൊന്ന് ആവർത്തിക്കുക. ശിംശോനെ അവൻ്റെ ജനനത്തിന് മുൻപേ ദൈവം ദൂതനെ വിട്ട് അവനെ പ്രത്യേകാൽ നിയോഗിച്ച് തെരഞ്ഞെടുത്ത് അവൻ്റെ ശരീരത്തിലൊരു അമാനുഷ ശക്തി പകർന്ന് ഇതൊക്കെ ചെയ്തത് 2 കണ്ണും കുത്തി പൊട്ടിക്കപ്പെട്ടവനായി അന്യവിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ നടുവിൽ നിന്ന വിഷയമായി മാവ് കുടിക്കുന്ന അതുപോലത്തെ ദുരവസ്ഥയ്ക്ക് വേണ്ടി ആയിരുന്നില്ല. മറ്റ് ശിഷ്യന്മാരെ വിളിച്ചതുപോലെ ഇസ്കറിയാത്ത യൂദാസ് എന്നൊരു ശിഷ്യനെ വിളിച്ചു ആദരിച്ചത് അവനെ ശിഷ്യനായിട്ട് വിളിച്ചത് ഒറ്റ കൊടുക്കാൻ വേണ്ടി ആയിരുന്നില്ല. അതിന്റെ തെളിവാണ് അന്ത്യത്താഴത്തിൽ കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും, പക്ഷേ അവനെ കാണിച്ചു കൊടുക്കുന്നവൻ അയ്യോ കഷ്ടം. മാനസാന്തരത്തിന് ഇട കൊടുത്തതല്ലേ? എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നവൻ, എൻ്റെ കൂടെ ഈ ചാറിൽ അപ്പം മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് അവസാനത്തെ സ്റ്റെപ്പിലെങ്കിലും ഹല്ലേലൂയ, പിശാച് അവന്റെ ജീവിതത്തെ ഉന്മൂലനാശനം ചെയ്യുന്നതിന് തൊട്ടു മുൻപെങ്കിലും മാനസാന്തരം ഉണ്ടാകാനുള്ളൊരു ക്ഷണം കൊടുത്തതാണ്. കാരണം കർത്താവിന് മനസ്സിലായി, ഇച്ചിരിയും കൂടെ കഴിഞ്ഞാൽ ഈ വണ്ടി ഇടിച്ച് തീരും, ഈ മനുഷ്യന്റെ ജീവിതം അസ്തമിച്ചു പോകാനുള്ള നിമിഷങ്ങൾ അതടുത്തു വന്നു എന്ന് കണ്ടിട്ട് അവസാനത്തെ ഒരു മുന്നറിയിപ്പ് പോലെ കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തതിൻ്റെ കാരണം ഇവനെ വിളിച്ച് വേദരിച്ച് കർത്താവിൻ്റെ കൂടെ നടത്തി കർത്താവിൻ്റെ ശബ്ദം കേൾപ്പിച്ച് അവൻ കർത്താവിന് ഇമ്പകരമായ വാമൊഴി കേൾക്കാൻ മുഖാന്തരമൊരുക്കി. ഈ രണ്ട് പേരെ പറഞ്ഞു വിട്ടതിൻ്റെ കൂട്ടത്തിൽ ഭൂതങ്ങളുടെ മേലും രോഗത്തിൻ്റെ മേലും അധികാരം കൊടുത്ത് ഈ മനുഷ്യനെയും പറഞ്ഞു വിട്ടത് അവസാനം കെട്ടി ഞാൻ മരിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടി അല്ല. ഹൃദയത്തിനകത്തിരുട്ട് നിറഞ്ഞ് നിരാശ ബാധിച്ച് ഒരു ജാതീയമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കാളും അധപ്പതിച്ച് കയ്പും വൈരാഗ്യവും മനസ്സിനകത്തേക്ക് കയറി ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ ജീവിതത്തിനകത്തേക്ക് വന്ന് ഒരു ദൈവവൈദ്യന്റെ ജീവിതം അധപ്പതിച്ചു പോകുന്നത് പോലെ വേദനപ്പെടുന്ന വേറൊരു സാഹചര്യം ഇല്ലവേ ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് ഒരു കൃത്യമായ പദ്ധതിയോടെയാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു നിമിഷം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ ജോലിക്കെടുത്ത ഒരാൾ, ആ ജോലിക്ക് ആരാ വ്യക്തിയെ നിയോഗിച്ചോ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ പെരുമാറുന്നത് കാണുമ്പോൾ ശമ്പളം കൊടുക്കുന്ന ഉടമസ്ഥന് ആ ജോലിക്കാരനെ ജോലിക്കാരിയെ ചൊല്ലി അഭിമാനം സന്തോഷം തോന്നുന്നു എങ്കിൽ
ഒരു ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻറ് ഒരു ടീച്ചർ വളരെ പ്രിപ്പയർ ചെയ്ത് വായിട്ടലച്ച് പഠിപ്പിക്കുമ്പോൾ ആ സ്റ്റുഡൻറ് പഠനത്തിനു വേണ്ടി ഭയങ്കര താല്പര്യമെടുത്ത് എല്ലാ ഹോംവർക്കുകളും കൃത്യമായി ചെയ്ത് ആ ടീച്ചർ പറയുന്നതെല്ലാം ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത് പോലെ മനസ്സിലാക്കിയെടുത്ത് അതിൽ നന്നായിട്ട് തൻ്റെ ജീവിതവും ആത്മാർത്ഥതയും കൊടുക്കുന്നത് കാണുമ്പോൾ ആ ടീച്ചറിൻ്റെ ഹൃദയത്തിൽ സന്തോഷം നിറയുന്നത് പോലെ ഈ ആത്മീയത എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ദൈവമക്കളെ. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് ഇതുപോലെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇതേ പട്ടണത്തിൽ 10,000-കണക്കിന് ആളുകൾ ഇന്ന് രാവിലെ സന്തോഷത്തിനു വേണ്ടി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുറകെ പോകുന്നുണ്ട്. 10,000-കണക്കിന് കുടുംബങ്ങളിൽ ഇന്ന് രാവിലെ ഈ സമയത്ത് നിലവിളിയും നിരാശയും പല്ലുകടിയും ഞെരുക്കവുമുണ്ട്. ഞാനും നിങ്ങളും സ്വസ്ഥതയോടെ ഇവിടെ ഇരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമാണെങ്കിൽ വെറുതെ അല്ലത്, വില കൊടുത്തിട്ട് തന്നെയാ ചങ്കിലെ ചോരയാ ഊറ്റിക്കൊടുത്തത് ഈ സമാധാനം നീ പ്രാപിക്കാൻ. സ്വർഗീയ മഹിമകളെ വേണ്ടെന്ന് വെച്ചത് ഈ സന്തോഷം നിനക്ക് കിട്ടാൻ വേണ്ടി. ചിലപ്പോഴൊക്കെ നമ്മളത് ഓർത്ത് നോക്കിയാലുണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. രാത്രിയിൽ നീ കിടന്നുറങ്ങിയപ്പോൾ ശരീരത്തിൽ ഒരൊറ്റ അവയവം പോലും പണിമുടക്കാതിരുന്നത് അരികിൽ ഒരുവൻ നിന്നെ കാവൽ ചെയ്തുകൊണ്ടല്ലേ? ഹല്ലേലൂയ. നീ ആ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ എത്രയോ അനർത്ഥങ്ങൾ നമ്മുടെ ചുറ്റും കാണുന്നു. എന്നാൽ ആ വാഹനത്തെ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ പരിപാലിക്കുന്ന ദൂത സഞ്ചയം അതിന്റെ കൂടെ പറന്നു നടന്നത് കൊണ്ടാണ് ഇന്ന് നാം ജീവനോടെ ഇരിക്കുന്നത്. പല അനുഭവങ്ങളിലും പണിതെടുത്തു കൊണ്ടുവന്ന പല കുടുംബങ്ങളിലെയും അടിത്തറകൾ പൊട്ടിത്തകർന്ന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ ഈ സമയം, ഇന്ന് ഈ ഞായറാഴ്ച, ഈ നിമിഷം നമ്മുടെ ഇതേ പട്ടണത്തിലുള്ളപ്പോൾ നാം ഇവിടെ ഇരിക്കുന്നത് കൃപയാലാണെങ്കിൽ അതിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരപ്പനെ പോലെ, ഒരമ്മയെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു ഉടമസ്ഥനെ പോലെ, അവൻ്റെ സ്നേഹിതനെ പോലെ അവൻ നിന്നെ കരുതുന്നുണ്ടെങ്കിൽ തിരിച്ച് പ്രതീക്ഷിക്കുന്നത് അയ്യോ ഇതിലെ വേറെ ഒന്നുമല്ല, നിന്റെ സ്നേഹമാ പ്രതീക്ഷിക്കുന്നേ. സ്നേഹിക്കുന്നുണ്ടോ നീ കർത്താവിനെ? ഉണ്ടെങ്കിൽ കർത്താവ് ഒരു ചോദ്യം കൂടെ ചോദിക്കും, എന്താ തെളിവ്? ചില തെളിവ് ഞാൻ പറയാം. എൻ്റെ സുഹൃത്തിനെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് സംസാരിക്കാൻ എനിക്ക് എപ്പോഴും ആഗ്രഹം കാണും. എൻ്റെ സുഹൃത്തിനെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ കഴിയാതിരിക്കും എനിക്ക് തോന്നും, അയ്യോ കുറച്ചായല്ലോ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. നിന്റെ ദൈവത്തെ അപ്പനെ പോലെ അമ്മയെ പോലെ അല്ല, ഒരു സുഹൃത്തിനെ പോലെ എങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ദൈവത്തോട് നീ നേരിട്ടൊന്ന് മിണ്ടിയിട്ട് എത്ര നാളായി? ആ ശബ്ദമൊന്ന് തിരിച്ചു കേട്ടിട്ട് എത്ര നാളായി? നമ്മുടെ സമയം, എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്, മുൻഗണന ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ദൈവശബ്ദം കേൾക്കുന്ന സമയമാണ് മറ്റ് പലതിനും വേണ്ടി ത്യാഗം ചെയ്യുന്നത്. കുഴപ്പമേ ഉള്ളൂ, സിംഹാസനത്തിന് മുൻപിൽ ഞാനും നിങ്ങളും ചെന്ന് നിൽക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിക്കും, എൻ്റെ ഓമനപുത്രനെ ഞാൻ ലോകത്തിലേക്ക് വിട്ടു, നിനക്ക് വേണ്ടി ക്രൂശിൽ കയറി, നീ എന്ത് ചെയ്തു? ഞാൻ നിനക്ക് തന്ന ദീർഘായുസ് ദൈവനാമത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു?
ചിലർക്ക് ഉത്തരമില്ല. ചിലർ നിന്ന് വിറയ്ക്കും ആ സിംഹാസനത്തിന്റെ മുൻപിൽ, മുട്ട് രണ്ടും കൂട്ടിയിടിക്കും. ചിലര് തലയും കുമ്പിട്ട് അവർ കുറ്റബോധത്തോടെ നിൽക്കും. എന്നാൽ ഇന്ന് ഇവിടെ വെച്ച് ഈ നിമിഷം എന്നെ കേൾക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാവ് നിന്നോടൊരു ചോദ്യം ചോദിക്കുക. അവിടെ നിൽക്കുമ്പോ നിന്റെ തല ഉയർന്നിരിക്കുമോ? ഹല്ലേലൂയാ. നിനക്ക് ഞാൻ തന്ന ദീർഘായുസ് നിത്യതയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് വളരെ ആത്മാർത്ഥമായ കൃത്യമായ ഉത്തരമുള്ളവര് അന്ന് തല ഉയർത്തി നിൽക്കും. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെ, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. എന്തിനേറെ, പറമ്പിൽ ഒരു ചെടി നട്ടുവെച്ചാൽ എന്നും അതിന് വെള്ളം ഒഴിക്കുക, അതിന് വളം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൃഷിക്കാരൻ അതിൽ നിന്നൊരാഗ്രഹമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. മരുഭൂമിയിൽ ജനത്തിന്റെ കൂടെ നടക്കുക. തമ്പുരാൻ എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരുടെ ചൂടടിച്ച് ഇവർ വാടി തളരാതിരിക്കാൻ മേളിൽ ഇങ്ങനെ മേഘം, നല്ല കറുകറന്ന് കറുത്ത മേഘം ഇങ്ങനെ വിരിച്ചു പിടിച്ചിരിക്കുക തണലായിട്ട്. രാത്രിയാകുമ്പോൾ ഒരു ദൂതൻ അവിടെ ഇറങ്ങി വന്ന് നിൽക്കുകയായിരിക്കാം, ഒരു അഗ്നിസ്തംഭം പോലെ അവർക്ക് പ്രകാശം കൊടുക്കാൻ വേണ്ടി. കൃത്യം വൈകുന്നേരമാകുമ്പോൾ, അവരെല്ലാം കിടന്നുറങ്ങുന്ന സമയമാകുമ്പോൾ, അവരുടെ കൂടാരത്തിന്റെ ചുറ്റും ഇങ്ങനെ മഞ്ഞു പൊഴിയുന്നത് പോലെ ദൈവം ഇട്ടുകൊടുക്കുകയാണ് മന്ന. രാവിലെ പെറുക്കി അതിനെ പൊടിച്ച് അത് കഴിക്കുമ്പം തേൻ കൂട്ടിയ ദോശ കഴിക്കുന്നത് പോലത്തെ ടേസ്റ്റ് ഉള്ളത്. ഒരു ദിവസം പോലും മുടങ്ങിയില്ല. എൻ്റെ ദൈവം ഒരു ദിവസം പോലും അവിശ്വസ്തനായിരുന്നില്ല. ഒരു നിമിഷം പോലും നിന്റെ ദൈവം അവിശ്വസ്തത കാണിച്ചിട്ടില്ല. തിരിച്ചൊരു ചോദ്യം ചോദിച്ചേ, എന്ത് വിശ്വസ്തത ഞാൻ കാണിക്കുന്നുണ്ട്? എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരന് എന്ത് പ്രയോജനം കിട്ടി കഴിഞ്ഞ ആഴ്ചയില്? ഈ ജനത്തെ ഇങ്ങനെ നടത്തിയെന്ന് മാത്രമല്ല, നീ അടുത്ത് തന്നെയെന്നറിയാമോ, ഇവർക്ക് വേണ്ടി നിയമങ്ങളും കൽപ്പനകളും എഴുതിയുണ്ടാക്കി ഇവരുമായിട്ടൊരു ഉടമ്പടി ചെയ്യാൻ വേണ്ടി ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10-40 ദിവസമായിട്ട് മോശയെ കാണുന്നില്ല. ഈ ജനം എന്ത് ചെയ്യുമെന്നറിയാവോ? ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വന്നപ്പം അഹരോൻ പറയുന്നൊരു സെൻറ്റൻസ് ഞാനൊന്ന് ആവർത്തിച്ച് പറയാം. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ ജനം ദോഷത്തിലേക്ക് ചായ്ഞ്ഞിരിക്കുന്നു. 22-ാം വാക്യം. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനന്റെ കോപം ജ്വലിക്കരുതേ, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ഈ ഇരുമ്പിനെ കാന്തം ആകർഷിക്കുന്നത് പോലെ, ഈ കാന്തം അടുത്ത് വരുമ്പോൾ ഇരുമ്പ് അതിലേക്ക് ഇങ്ങനെ ചാഞ്ഞെന്ന് പിടിക്കുന്നത് പോലെ, ഇല്ലെങ്കിൽ ഒരു ബലവുമില്ലാത്ത ഞാങ്ങണ ഒരു കാറ്റ് കിഴക്കോട്ടടിക്കുമ്പം അങ്ങോട്ട് ചായും, അടുത്ത കാറ്റ് വടക്കോട്ടടിക്കുമ്പം അങ്ങോട്ട് ചായും. ഈ ജനം ചായുന്നത് സ്ഥിരമായിട്ട് നന്മയിലേക്കല്ല ചായുന്നത്, തിന്മയിലേക്ക്, ദോഷത്തിലേക്ക് ചായുന്നൊരു തലമുറ. ഈ ദോഷത്തിലേക്ക് ചായുന്ന ഒരു തലമുറയെ കാണാൻ ഇഷ്ടം പോലെ കിട്ടും. എങ്ങോട്ട് നോക്കിയാലും കാണാം. അവരുടെ ചിന്തകളെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ജഡത്തിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ദോഷത്തിലേക്ക് ചായുന്ന ഒരു തലമുറ. നിങ്ങൾ അവരോട് ഇൻറ്റിമേറ്റ് ആണെന്ന് സംസാരിച്ച് നോക്കണം. ഒരു ഉദാഹരണം പറയാം. മൊബൈൽ ഫോണിൽ അശ്ലീലത്തിലേക്ക് ചാഞ്ഞ് സ്ഥിരമായിട്ട് അതിനെ അടിമപ്പെടുന്ന ഒരാളോട് നിങ്ങൾ വ്യക്തിപരമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. ജീവിതത്തിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയുന്നെങ്കിൽ അവർ പറയും
തകർച്ചയാ ജീവിതം മുഴുവനും, പാപമാ ജീവിതം മുഴുവനും. മനസാക്ഷി കുറ്റം വിധിച്ചിട്ട് സമാധാനമില്ലാത്ത അന്തരീക്ഷമാ ജീവിതം മുഴുവനും. സ്ഥിരമായിട്ട് ടെലിവിഷനിൽ ഉള്ള അഴുക്കും ഉള്ള അടിയും തല്ലും തന്നെ കണ്ടോണ്ട് സിനിമ തന്നെ കണ്ടോണ്ടിരിക്കുന്ന ചിലരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഇതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷമുണ്ടോ? അവർ പറയും, ഇത് കണ്ടു കഴിയുമ്പോൾ എൻ്റെ സ്വഭാവത്തിന് കുറേ പ്രശ്നം ഉണ്ടാകുക, എൻ്റെ ബന്ധങ്ങൾ തകരുക. ഇത് കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ തകർന്നുകൊണ്ടിരിക്കുക. ആത്മാർത്ഥമായിട്ടൊന്ന് വിലയിരുത്തി നോക്കണം. നേരത്തെ ചർച്ചിൽ ഈ ആണ്ടവസാന മീറ്റിങ്ങിന് സാക്ഷ്യം പറയാനൊരു ടീമിനെ വിളിച്ച് ഞാൻ ഓർക്കുന്നു. അതിൽ ഒരാൾ, അവരെല്ലാവരും, ആ വന്ന ടീമിലുള്ള എല്ലാവരും ജയിലിൽ വെച്ച് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് വന്ന ആളുകളാണ്. എല്ലാം ക്രിമിനൽസാണ്. അവർ ക്രിസ്തുവിനെ അറിഞ്ഞു വന്ന് അവരിപ്പോൾ ദൈവമക്കളായി തീർന്നതിന് ശേഷം അവരുടെ സാക്ഷ്യം പറയുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഒരാൾ പറഞ്ഞ സാക്ഷ്യം ഇന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒത്തിരി ഇടത്തത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്നാന്ന് കേൾക്കണോ? അദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തോട് ഭയങ്കര ക്രൂരത കാണിച്ചു. അപ്പൻ അമ്മയോട് ക്രൂരത കാണിച്ചു. വീട്ടിൽ മുഴുവനും തലവേദന കേസായിരുന്നു. അപ്പൻ ഭയങ്കര ക്രൂരതയും അതുപോലത്തെ അക്രമമൊക്കെ ആയിരുന്നതുകൊണ്ട് ഈ ചെറുക്കൻ്റെ അകത്തൊരു ക്രൂരതയും വൈരാഗ്യം ഉണ്ടായിരുന്നു അപ്പനോട്. അങ്ങനെ അവൻ വീട് വിട്ടിറങ്ങിയതാ. ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇനി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. കൂട്ടുകാരും ഞാനും കൂടെ ചേർന്നിരുന്ന് ടി വിയിലൊരു സിനിമ കണ്ടു. ആ സിനിമയിലെ നായകൻ തന്നോട് ഉപദ്രവം ഉണ്ടാക്കിയ ആളെ അതിക്രൂരമായി അടിച്ച് വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു സീൻ കണ്ടു. ഈ സീൻ ഞാൻ കണ്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ ബ്രെയിനകത്ത് ഒരു ഭാഗത്ത് ഒരു കറണ്ട് അടിക്കുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടായി. ആ നിമിഷത്തിലാണ് അപ്പനെ കൊല്ലാൻ ഈ മനുഷ്യൻ തീരുമാനിച്ചത്. ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ അപ്പനെ കൊലപ്പെടുത്തി. പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജയിലിൽ പോയി എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലൊരു സിനിമ ഇറങ്ങി. അക്രമത്തിൻ്റെ അങ്ങേ അറ്റമാണത്രേ. തടി ഇറക്കുന്ന മെഷീൻ വാൾ കൊണ്ട് മനുഷ്യനെ അറക്കുകയാണത്രേ. കുത്തിക്കൊലപ്പെടുത്തിയ മനുഷ്യൻ്റെ അവയവങ്ങൾ പുറത്തെടുത്ത് കടിച്ചു തിന്നുന്നത് പോലത്തെ ഇതുപോലത്തെ അക്രമം കാണിക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ലെന്നായിരുന്നു വാർത്ത വന്നത്. അതിനെതിരെ ആളുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കി, അതിറങ്ങിയതിൻ്റെ ഒരു മാസത്തിൻ്റെ അകത്ത് കേരളത്തിൽ എത്ര കൊലപാതകം നടന്നു? ഇതിറങ്ങിയതിൻ്റെ തൊട്ടടുത്ത് ഭവനത്തിനകത്തെ സ്വന്തം അപ്പനെ മകൻ കൊന്ന കേസ് വന്നു. 5 പേരെ കൊലപ്പെടുത്തിയ കേസ് വന്നു. അതിക്രൂര എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്നും കേട്ടില്ലേലും ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ബ്രെയിൻ ഉണ്ടല്ലോ, ഇതിനകത്ത് ദൈവികതയും ആത്മീകതയും, ഇതിനകത്തൊരു പ്രകാശവും, ഇതിനകത്ത് ശാന്തതയും ദൈവവചനവും നിറയേണ്ടതാണ്. ഈ 2 കണ്ണുകളിലൂടെ അക്രമം ഇതിനകത്ത് സ്റ്റോർ ചെയ്യുമ്പം നീ ഓർത്തോണം, പിശാചിന്റെ കയ്യിലെ ആയുധമായിട്ട് നീ മാറും. അത് ടി വിയിലാണോ മൊബൈലിലാണോ എന്ന് ഞാൻ പറയുന്നില്ല, ഏതിലെ ആയിക്കോട്ടെ. നിന്റെ കണ്ണുകളെ കുറിച്ച് ദൈവവചനം ഞാൻ പറഞ്ഞത്. ഈ 2 കണ്ണുകളിലൂടെ ഈ ബ്രെയിനകത്തേക്ക് അക്രമം, ചോര ചിന്നുന്നത്, കൊല്ലുന്നത്, കൊലപാതകം, ഇത് തന്നെ ഈ ബ്രെയിനകത്തേക്ക് ഫീഡ് ചെയ്താൽ അത് പിശാചിന്റെ കയ്യിലെ ആയുധമായിട്ട് മാറി നിന്നെ പിശാച് അവസാനം അതുപോലത്തെ അക്രമങ്ങളിലേക്ക് കൊണ്ടുചെല്ല. ഇത് മുഖാന്തരമായേക്കാം ഇതിനെ ട്രെയിൻ ചെയ്യുന്ന അതായതുകൊണ്ട്. രണ്ടാമത്, ഈ 2 കണ്ണുകളിലൂടെ നീ കാണുന്നത് മുഴുവനും അശ്ലീലമാണെങ്കിൽ, സ്ഥിരമായിട്ട് അശ്ലീലം കാണുന്ന ശീലം നിനക്കുണ്ടെങ്കിൽ, ആരും കാണാതെ എല്ലാവരെയും മറച്ച് അശ്ലീലം സ്ഥിരമായിട്ട് കാണുന്ന അടിമത്തത്തിൽ നീ കിടക്കുകയാണെങ്കിൽ, നിന്റെ കണ്ണുകൾ കൊണ്ട് ഈ മനസ്സിനകത്ത്, ഈ തലച്ചോറിനകത്ത് നീ നിറയ്ക്കുന്നത് അധാർമികത തന്നെയാണെങ്കിൽ, നിന്റെ തലച്ചോറ് പിശാചിന്റെ കയ്യിലെ ആയുധമാകും.
ഈ അധാർമികത തന്നെ നിന്റെ ഭാവനയിലൂടെ പോകും. നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ഭാവന അധാർമികതയായിരിക്കും. ചർച്ചിനകത്തിരിക്കുമ്പോൾ പോലും നിന്റെ ഭാവന അധാർമികതയായിരിക്കും. നീ കാണുന്ന മനുഷ്യരെ അധാർമികതയുടെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ പറ്റൂ. കാരണം തലച്ചോറ് മുഴുവനും നിറച്ചു വെച്ചിരിക്കുന്നത് ഇരുട്ടും അന്ധകാരവും പിശാചിന്റെ ആയുധവും. ഈ രണ്ട് കാതുകളിലൂടെയും നീ കേൾക്കുന്നത്, ആ ചീത്ത കൂട്ടുകെട്ട് രണ്ട് കാതുകളിലൂടെയും നിന്റെ ബ്രെയിനകത്തേക്ക് നിറച്ചു തരുന്നത് ഇരുട്ടാണെങ്കിൽ അധാർമികതയും അക്രമവും അന്ധകാരവും അതുപോലത്തെ കാര്യങ്ങളാണ് സ്ഥിരം ഇതിനകത്തേക്ക് നിറയ്ക്കുന്നതെങ്കിൽ നിന്റെ ബ്രെയിൻ മുഴുവനും നിറഞ്ഞിരിക്കുന്നത് അതായിരിക്കും. എന്നാൽ നമ്മുടെ കണ്ണുകളിലൂടെ ഈ തലച്ചോറിനകത്തേക്ക് നിറയുന്നത് ആത്മീകതയാണെങ്കിൽ, നന്മയാണെങ്കിൽ, ഈ രണ്ട് ചെവിയിലൂടെയും കേൾക്കുന്നത് മുഴുവനും നന്മയാണെങ്കിൽ, ആത്മീകതയാണെങ്കിൽ, ദൈവികതയാണെങ്കിൽ, നീ നടക്കുമ്പോഴും നീ യാത്ര ചെയ്യുമ്പോഴും നീ ഇരിക്കുമ്പോഴും നിന്റെ തലയ്ക്കകത്തൂടെ പോകുന്ന ചിന്ത നന്മയും പ്രകാശവും ആത്മീകതയും ആയിരിക്കും. പക്ഷേ ദോഷത്തിലേക്ക് ചായുന്ന, കാറ്റടിക്കുന്നതിനനുസരിച്ച് ചായുന്ന, കാന്തം ആകർഷിക്കുന്നത് പോലെ ഈ ജഡത്തെ ആകർഷിക്കുന്ന, ഈ ലോകത്തിൻ്റെ സകല മ്ലേച്ഛതകളിലേക്കും ചായുന്ന ഒരു തലമുറയുടെ നടുവില് നട്ടെല്ലുള്ളവരായി, ഉറപ്പുള്ളവരായി, തല ഉയർത്തി നിൽക്കുന്നവരായി, വ്യത്യസ്തരായി നിൽക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. മോശ സഹിക്കുന്നില്ല. മോശയ്ക്ക് അങ്ങ് രോഷം കൊള്ളുകയാണ് മോശ. കാരണം ഇവിടെ മോശയെ അങ്ങോട്ട് വിട്. നിങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവർക്ക് വേണ്ടി അവിടെ പ്രമാണം എഴുതുന്നു, ഇവർക്ക് വേണ്ടി ഉടമ്പടി തയ്യാറാക്കുന്നു. എന്ന് വെച്ചാൽ ഈ ജനത്തെക്കുറിച്ച് അങ്ങ് പ്ലാനിട്ട് പദ്ധതിയിട്ട് ഇവരെക്കുറിച്ച് അങ്ങ് സ്വപ്നം കാണുമ്പോൾ അത് ആണ്ട് കിടക്കുന്നു. കാളക്കുട്ടിയും ദോഷത്തിലേക്ക് ചാഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ ആ മനസ്സ് എത്രയധികം നൊന്ത് കാണും. ഞാൻ എത്ര തവണ വേണമെങ്കിലും ആവർത്തിച്ച് പറയാം, അത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമായതുകൊണ്ട് എത്ര തവണ വേണമെങ്കിലും ഈ മൈക്കിൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ദൈവപൈതലേ, നീ ഒരു പാപം ചിന്തിക്കുമ്പോൾ, ദൈവപൈതലേ നീ ഒരു പാപം പ്രവർത്തിക്കുമ്പോൾ, ദൈവപൈതലേ നീ ഇരുട്ടിലേക്ക് ഓടുമ്പോൾ വേദനിക്കുന്ന ഒരു മനസ്സുണ്ട്. ഒരപ്പൻ്റെ മനസ്സ്, ഒരു സ്വർഗീയ അപ്പൻ്റെ മനസ്സ്, നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ്റെ മനസ്സ്, നിനക്ക് ആരോഗ്യം തന്ന അപ്പൻ്റെ മനസ്സ്, നിന്നെ നടത്തുന്ന അപ്പൻ്റെ മനസ്സ്, നിനക്ക് വേണ്ടി സ്വപ്നം കാണുന്ന അപ്പൻ്റെ മനസ്സ്, നിനക്ക് വേണ്ടി ഇത്രത്തോളം നന്മകളെ നിന്റെ ജീവിതത്തിൽ നിറച്ചു തന്ന ഒരു അപ്പൻ്റെ മനസ്സുണ്ട്. അതിനെ കാണാതെ പോകരുത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പുനഃസ്ഥാപനം സംഭവിക്കട്ടെ. ദർശനങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും ഒരു പുനഃസ്ഥാപനം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. ഈ അഹരോൻ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മോശ ചോദിച്ചു, നീ എന്താണ് ഈ കാണിക്കുന്നത്? അഹരോനെ, ഈ ജനത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തേണ്ട നീ ഇവരോട് പറഞ്ഞു സ്വർണമൊക്കെ കൊണ്ടുപോവാ. അവർ കൊണ്ടുവന്നു. എന്നിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ നീ ലീഡ് ചെയ്തു. എന്ത് പണിയാ നീ കാണിച്ചേ? എങ്ങനെ? അതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു സാരാംശം. ഈ സത്യദൈവത്തെ അറിയാൻ അവസരം കിട്ടിയിട്ടും, മോശയുടെ നാവായി കൂടെ ഇരുന്ന ലീഡർഷിപ്പ് കൊടുത്തിട്ടും, മില്യൺ കണക്കിനുള്ള ഈ ജനത്തെ നയിക്കാനുള്ള ശ്രേഷ്ഠമായ പദവി ദൈവം കൽപ്പിച്ചാക്കി കൊടുത്തിട്ടും എന്താ നിനക്കിങ്ങനെ സംഭവിച്ചത്? അഹരോൻ പറയുന്ന ഒരു മറുപടി കേട്ട ഒരു രസമായ മറുപടിയാണ്. അഹരോൻ പറഞ്ഞ മറുപടി,
ഞാൻ ഈ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ സ്വർണ്ണമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഈ സ്വർണ്ണം എല്ലാം കൂടെ തീയിലേക്ക് ഇട്ടു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു കാളക്കുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇത് കേട്ട് കഴിഞ്ഞാൽ, വിവരമില്ലാത്തവരിത് കേട്ട് കഴിഞ്ഞാൽ അവരപ്പം കൈകും, യോ അതെന്തൊരു അത്ഭുതമാണ്. സത്യത്തിൽ അതല്ല അവിടെ നടന്നത്. ദിവസങ്ങളോളം എടുത്ത് കൊത്തുപണിക്കാരൻ ഇച്ചിരിച്ച കൊത്തിയെടുത്ത് വീണ്ടും ഇതിലേക്ക് തീയിലേക്ക് വെച്ച് കൊത്തിയെടുത്ത് തീയിലേക്ക്. പക്ഷെ ഇത് പറഞ്ഞു വരുമ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നറിയാമോ? ഇതാ പാപത്തിൻ്റെ ഒരു പ്രശ്നം. ആരെങ്കിലും പാപത്തിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആകർഷണീയത കാരണമാണ്. പാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നാ സൗന്ദര്യമാണെന്നറിയാമോ വാക്കുകൾക്ക്. പാപത്തെക്കുറിച്ച് നമ്മളെ കൺവിൻസ് ചെയ്യുമ്പോൾ എന്നാ ഫോഴ്സാണെന്നറിയാമോ ഈ ദോഷത്തിന്. നിങ്ങളൊരു ദൈവികമായൊരു പാട്ട് 10 തവണ കേട്ടാലും മനസ്സിൽ പതിയത്തില്ല. പക്ഷേ ഒരു തെറിപ്പാട്ട് കൊടുങ്ങല്ലൂർ പോകുമ്പോൾ പാടുന്ന പാട്ട് ഒറ്റ പ്രാവശ്യം കേട്ടാലുണ്ടല്ലോ, ഇത് മനസ്സിൽ നിന്നോട്ട് പോകത്തുമില്ല. ഒരഴുക്ക് സെൻറ്റൻസ് നിറഞ്ഞൊരു റാപ്പ് മ്യൂസിക്, അതിൻ്റെ അഴുക്ക് വരികൾ നിറഞ്ഞൊരു റാപ്പ് മ്യൂസിക് ഒരൊറ്റ തവണ കേട്ടാൽ അതിങ്ങനെ പതിഞ്ഞിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഈ ജഡം മണ്ണിൽ നിന്ന് എടുത്തതായതുകൊണ്ടാണ്. ഇതിൻ്റെ ആഗ്രഹം മണ്ണിലേക്ക്. പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. നീ അതിനെ ജയിക്കണം. വചനത്തിൽ കർത്താവ് കാണിച്ചു തന്നു എങ്ങനെ പാപത്തെ ജയിക്കാമെന്ന്. നമ്മെപ്പോലെ മനുഷ്യനായി ജീവിച്ചിട്ട് കാണിച്ചു തന്നു എങ്ങനെ പാപത്തെ ജയിക്കാമെന്ന്. ശിഷ്യന്മാർ ഓരോരുത്തരും കാണിച്ചു തന്നു. ഈ വേദപുസ്തകം മുഴുവനും പാപത്തെ ജയിച്ച് ഒത്തിരി പേരുടെ ചരിത്രം അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധിക്കുമോ? തീർച്ചയായിട്ടും. പക്ഷെ പാപത്തെ നീ മഹത്വവൽക്കരിക്കരുതെന്ന് മാത്രം. ആരെങ്കിലും പാപത്തിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചിന്തിച്ചിട്ടുള്ളത് എന്നാണെന്നറിയാമോ? ഓ, എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ മടങ്ങി വരാവുന്നേ. ഞാനൊരു കഥയും കൂടെ പറയാം. അമേരിക്കയിലുള്ളൊരു മകൻ നാട്ടിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ഡ്രൈവറെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രൈവറുടെ ഉത്തരവാദിത്വം വേറൊന്നുമല്ല. ഈ അമ്മ സ്ഥിരമായി ഷോപ്പിങ്ങിന് പോകും, ബന്ധുക്കളുടെ വീട്ടിൽ പോകും, ചർച്ചിൽ പോകും, പ്രാർത്ഥനയ്ക്ക് പോകും. അപ്പോൾ ഈ അമ്മ എപ്പോഴും കൊണ്ടു നടക്കണം. ഏറ്റവും മുന്തിയ കാറുണ്ട്. ഈ മകന് കോടികളുടെ ആസ്തിയാണ്. അപ്പം പുള്ളി അഡ്വർടൈസ് ചെയ്തപ്പം അങ്ങനെ ഡ്രൈവർമാരെ കിട്ടാൻ പ്രയാസമാണെന്നുള്ള പശ്ചാത്തലത്തിൽ പുള്ളി അഡ്വർടൈസ് ചെയ്ത് ഇത്രയും കൂടെ എഴുതി, ശമ്പളം 50,000 രൂപ. ഇഷ്ടം പോലെ ഡ്രൈവർമാർ അപ്ലൈ ചെയ്തു. അവരെല്ലാം കൂടി ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ദിവസം പുള്ളി നാട്ടിൽ വന്നു. പുള്ളി നേരെ ആ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി ഡ്രൈവർമാരെല്ലാവരും. ആ ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുക്ക് ഒരു കുഴി ഉണ്ടായിരുന്നു, ഒരു കുഴി. ആ കുഴി പുള്ളി കുഴിച്ചതാണ്. അപ്പോൾ ഈ ഡ്രൈവർമാർക്ക് ഈ കുഴി കണ്ടു, ഗ്രൗണ്ട് കണ്ടു. അപ്പോൾ നേരെ ഈ വണ്ടി കൊടുത്തു, ഓരോരോ ഡ്രൈവറുടെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യത്തെ ഡ്രൈവർ 100 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങോട്ട് പാഞ്ഞു വന്ന് ആ കുഴി തൊട്ടില്ല എന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് പാഞ്ഞു പോയി, തൻ്റെ സ്കില്ല് തെളിയിച്ചതാണ്. അടുത്ത ഡ്രൈവർ പാഞ്ഞു വന്നേച്ച് ഒരു ചക്രം ആ കുഴിയുടെ ആകത്തിൻ്റെ മണ്ടയ്ക്കൂടെ ഇങ്ങനെ ചാടിച്ചങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അടുത്ത ഡ്രൈവർ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് ആ കുഴിയുടെ മണ്ടയ്ക്കൂടെ ഇങ്ങനെ വണ്ടി പറന്നു പോകുന്ന പോലെ ചാടിച്ച് കാണിച്ചു കൊടുത്തു. ഇവരെല്ലാം പുള്ളി ഡിസ്ക്വാളിഫൈ ചെയ്തു. അവസാനം ഒരു ഡ്രൈവർ പുള്ളി വണ്ടി ഇങ്ങോട്ടെടുത്ത് വണ്ടി പതുക്കെ ഓടിച്ച് ആ കുഴിയിൽ നിന്നും എത്ര ദൂരത്തോട് ഓടിക്കാമോ അത്രയും ദൂരത്തോട് ഒരു റൗണ്ട് അടിച്ച് വെച്ച് തിരിച്ചു കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇയാൾ ചോദിച്ചാൽ താനെന്താ കാണിച്ച്? അപ്പം പുള്ളി പറഞ്ഞു, എൻ്റെ ഡ്രൈവിങ് ഇങ്ങനെയാണ് സാർ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം? ഏതെങ്കിലും ഒരു അപകടം, കുഴി അപകടമാണല്ലോ സാർ, അങ്ങനെ അപകടം കണ്ടാൽ എത്ര അകലത്തൂടെ മാറിപ്പോകാമോ അത്രയും അകലത്തൂടെ മാറിപ്പോകുന്ന ശീലമാണ് എൻ്റെ ഡ്രൈവിങ്. പുള്ളി പറഞ്ഞു, നിന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ഈ കഥ ഞാൻ പറഞ്ഞത് ചിലരൊക്കെ വിചാരിക്കും പാപം അല്ലേ, ഞാൻ ഈ അറ്റം വരെ പോയെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടൊന്നും പോകത്തില്ല. നിയന്ത്രണത്തിൻ്റെ ചരട് എവിടെ, അതൊക്കെ എനിക്കറിയാം. ഞാനിങ്ങനെ ഈ പാപത്തിൻ്റെ അറ്റം പറ്റി ചെല്ലുമെന്ന് വിചാരിച്ച് ഞാനതിലേക്ക് വീഴത്തൊന്നുമില്ല. ഏത് നിമിഷം വേണമെങ്കിലും ഒരു മാനേജ് ചെയ്യാനുള്ള ശക്തി എനിക്ക്. ഇങ്ങനെ പറയുന്നവരാരും വീഴാതിരുന്നിട്ടില്ല. പക്ഷെ കുഴി കാണുമ്പോൾ അപകടമാണെന്ന് മനസ്സിലാക്കി എത്ര ദൂരത്തേക്ക് മാറിപ്പോകാമോ അത്രയും ദൂരത്തേക്ക് ദൈവവൈതലേ നീ മാറിക്കോണം.
ആമേൻ, സ്തോത്രം. റിസ്ക് ഉണ്ടാക്കുന്ന സൗഹൃദങ്ങളിൽ നിന്ന് എത്ര ദൂരത്തേക്ക് മാറാമോ അത്രയും ദൂരത്തേക്ക് മാറിക്കോണം. നിന്റെ ആത്മിക ജീവിതത്തെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന സകല സ്വാധീനങ്ങളിൽ നിന്നും എത്ര ദൂരത്തേക്ക് മാറാമോ അത്രയും ദൂരത്തേക്ക് മാറിക്കോണം. കാരണം വേറെ ഒന്നുമല്ല, ഒരുപക്ഷെ ഇന്ന് കാഹളം ധ്വനിച്ചേക്കാം, ഒരുപക്ഷെ ഈ ആഴ്ചയിൽ കാഹളം ധ്വനിച്ചേക്കാം, ഒരുപക്ഷെ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പേ അരിമനാഥന്റെ മടങ്ങി വരവുണ്ടായേക്കാം. അവിടെ ചെല്ലണം. ആ പ്രാണപ്രിയന്റെ മുൻപിൽ എനിക്കൊന്ന് നിൽക്കണം. എൻ്റെ ജീവിതം മുഴുവനും പ്രദർശിപ്പിക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തയുമായ ദാസിയെ ഈ വിളി എനിക്ക് കേൾക്കണം. ദോഷത്തിലേക്ക് ചായുന്ന ഒരു തലമുറയുടെ നടുവിൽ എനിക്ക് വ്യത്യസ്തമായിട്ട് നിൽക്കണം. കാരണം അതുപോലെ എന്നെ സ്നേഹിച്ചതാ. എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത നാളുകളിൽ എന്നെ ഊഴിയ വേലയ്ക്കാക്കിയിട്ട് എൻ്റെ പുറത്തേക്ക് ഊഴിയ വിചാരകന്മാർ എന്നെ ആട്ടിച്ചുപദ്രവിച്ചപ്പോൾ, തലമുറയെ നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലുന്ന ഘട്ടം വരെ വന്നപ്പോൾ, ചോദിക്കാനും പറയാനും ആരുമില്ലോ എന്ന നിമിഷത്തിൽ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വന്നിച്ചു പറയുന്നു, എൻ്റെ മകനെ ഞാൻ വിളിച്ചു. എൻ്റെ മകൻ്റെ ഹൃദയത്തിൽ നിന്ന്, ആ കഴുത്തിൽ നിന്ന് ആ ഞാൻ എടുത്തു കളഞ്ഞു. ഈ പറഞ്ഞുകൊണ്ട് കർത്താവ് ഇറങ്ങി വന്ന് എന്നെ തെരഞ്ഞെടുത്തതാണെങ്കിൽ, ഇത്ര വലിയ പദവി എനിക്ക് തന്നതാണെങ്കിൽ, ഇത്ര ആഴത്തിൽ എന്നെ സ്നേഹിച്ചതാണെങ്കിൽ, ഒരു ലക്ഷ്യമുണ്ട് എൻ്റെ കർത്താവിന്, ഒരാഗ്രഹമുണ്ട് എൻ്റെ കർത്താവിന്. അതിൽ നിന്ന് ഞാൻ അന്യപ്പെടുമ്പോൾ ആ മനസ്സ് വേദനിക്കും. കാരണം ഈ ബന്ധം വ്യക്തിപരമാണ്. രണ്ടാമത്, ദോഷത്തിലേക്ക് ചായുന്നൊരു തലമുറയുണ്ട്. ഈ കാന്തത്തെ ആകർഷിക്കുന്നത് പോലെ ജഡത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ലോകത്ത് അഭിരമിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അരുതേ, നമ്മുടെ തലച്ചോർ അങ്ങനെ അധപ്പതിപ്പിക്കരുതേ. ഹല്ലേലൂയ. ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, ഇതുപോലത്തെ ആക്രമം പ്രോത്സാഹിക്കുന്ന സിനിമകൾ നിങ്ങൾ കാണരുത്. നിങ്ങളുടെ ലാപ്ടോപ്പ്, നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ ടെലിവിഷൻ, യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് കാണാത്തതൊന്നും നിങ്ങൾ കാണരുതേ. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന മനസ്സിൻ്റെ അകത്തേക്ക് ഇരുട്ട് നിറയ്ക്കരുതേ. ദോഷത്തിലേക്ക് ചായുന്ന തലമുറയുടെ മുൻപിൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി വ്യത്യസ്തരായിട്ട് നിൽക്കുക. മൂന്നാമത്, ആ ജനത്തിൻ്റെ പ്രശ്നം അവർ പാപത്തെ മഹത്വവൽക്കരിക്കുക. അതിലാണ് ആനന്ദം എന്നാ പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കിയോ, ഡ്രഗ്സിന് അടിമപ്പെട്ട ഒറ്റയാൾക്ക് പോലും ജീവിതത്തിൽ സമാധാനമുണ്ടോ? അന്വേഷിക്കുക. അധാർമികതയുടെ പാതയിലേക്ക് പോയ ഒരൊറ്റയാളെയെങ്കിലും സന്തോഷത്തെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ അന്വേഷിക്കുക. ഇല്ല. ആ സന്തോഷങ്ങളെല്ലാം കുഴിയിൽ ചെന്ന് തീരത്തുള്ളൂ. എന്നാൽ ക്രിസ്തു തരുന്നൊരു സന്തോഷമുണ്ട്, ത്യാഗങ്ങളിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ചിലതിനോട് നോ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നടക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അങ്ങനെയുള്ളവരോട് ചോദിച്ചു നോക്ക്, അവരുടെ സന്തോഷത്തിൻ്റെ ആഴമൊന്ന് പഠിച്ചു നോക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന കർത്താവ് നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവ്, നമ്മുടെ രഹസ്യ ജീവിതത്തെയും ചിന്താമണ്ഡലങ്ങളെയും നാവിൻ്റെ വാക്കുകളെയും മുഴുവനും അറിയുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ മുന്നിലേക്ക് ചെന്നേച്ച് പറയാം, അപ്പാ എനിക്കൊരു പുനഃസ്ഥാപനം വേണം. മരിച്ചു കിടക്കുന്ന ഒരു പറ്റം ആളുകളുടെ നടുവിൽ കിടന്നുറങ്ങുന്ന എൻ്റെ മേലും ഇരുട്ടുണ്ട്. ക്രിസ്തു എൻ്റെ മേൽ പ്രകാശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് എഴുന്നേൽക്കാൻ എന്നെ സഹായിക്കണമേ. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം.